മോങ്ങാനിരുന്ന കോൺഗ്രസ്സുകാരുടെ തലയിൽ തേങ്ങയായി വീണ് ദിവ്യ എസ് അയ്യർ. സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നവകേരളവുമായി ബന്ധപ്പെട്ടുള്ള തീം മ്യൂസിക്, ആ പാട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ അവർ പാടിയതിൻ്റെ നേരിയൊരു ശകലം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അന്നേറ്റ ഗുരുതര പൊള്ളൽ ഒന്ന് ഉണങ്ങി വരുന്ന സന്ദർഭത്തിലായിരുന്നു ഇന്നിപ്പോൾ അതിൻ്റെ ഫുൾ വേർഷൻ ഇട്ടുകൊണ്ട് അവർ നവകേരളം നവീന കേരളം പരസ്പരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം സാംസ്കാരിക കേരള സംഗമം മെയ് 13, 2015 എന്ന നിലയ്ക്ക് ആ പാട്ടിൻ്റെ ഐക്കണായിട്ട് അവർ പാടിയിരിക്കുകയാണ്. നേരത്തെ ഈ പാട്ടിൻ്റെ പ്രമോഷൻ എന്നുള്ള നിലയ്ക്ക് ദിവ്യ എസ് അയ്യറും മുരുകൻ കാട്ടാക്കടയും ചേർന്ന് ആലപിക്കുന്ന ആ പാട്ടിൻ്റെ കുറച്ചു ഭാഗം പങ്കുവെച്ചുകൊണ്ട് അവർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്ന വരികൾ ഇങ്ങനെയായിരുന്നു. ഈ വരികൾ തന്നെയാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS എന്ന സിവിൽ സർവൻറ്റിൻ്റെ ജീവിത സന്ദേശവും. വെറുപ്പുകൾക്ക് മേൽ പ്രകാശനാളമായി ആ ജീവിതവും കർമ്മപഥവും അതിതീക്ഷ്ണതയോടെ ഇനിയും ജ്വലിക്കട്ടെ എന്ന പോസ്റ്റ് പങ്കുവച്ച് വല്ലാതെ എടുത്തിട്ട് കോൺഗ്രസ്സുകാരെ പൊള്ളിച്ചിരുന്നു. അത് 4-5 ദിവസത്തിനകത്ത് പല ലേപനങ്ങളും പുരട്ടി ഒന്ന് ഉണക്കിക്കൊണ്ട് വന്ന് കണ്ണൂരിൽ ചെന്ന് കയറി കൊടുത്തതിൻ്റെ ക്ഷീണം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാട്ട് പരിപൂർണമായി പങ്കുവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കൂടി ഐക്യദാർഢ്യം അർപ്പിച്ചിരിക്കുന്നത്.